തൊടുപുഴ നഗരസഭാ ചെയർമാനായിരുന്ന സനീഷ് ജോർജ് കൈക്കൂലി കേസിൽ പ്രതിയായി രാജിവെച്ചതിനെ തുടർന്നാണ് ഇന്ന് ചെയർമാൻ തെരഞ്ഞെടുപ്പ് നടന്നത്. 13 പേരുടെ അംഗബലമുള്ള UDFിൽ നിന്ന് ചെയർമാൻ തെരഞ്ഞെടുക്കപ്പെടുമെന്നായിരുന്നു വിലയിരുത്തൽ. കഴിഞ്ഞ ദിവസം രാത്രി വൈകി ചർച്ച തുടർന്നെങ്കിലും വിവിധ തർക്കങ്ങളെ തുടർന്ന് മുന്നണിക്ക് ഒരൊറ്റ സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വയ്ക്കാനായില്ല. കോൺഗ്രസിൽ നിന്ന് കെ ദീപയും മുസ്ലിം ലീഗിൽ നിന്ന് MA കരീമുമാണ് മത്സരരംഗത്തെത്തിയത്. തുടർന്ന് LDF AS സബീന ബിഞ്ചുവിനെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചു. എന്നാൽ 11ാം വാർഡ് കൗൺസിലർ മാത്യു ജോസഫിനെ ഹൈക്കോടതി അയോഗ്യനാക്കിയതോടെ LDF അംഗങ്ങൾ 12ആയി ചുരുങ്ങി. ഇത് കാരണം ജയസാധ്യത നന്നേ കുറവായിരുന്നു. ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിലാണ് എല്ലാവരെയും ഞെട്ടിച്ച് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. ലീഗ് അംഗങ്ങളായ 5 പേർ തിരഞ്ഞെടുപ്പിൽ കൂട്ടത്തോടെ LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു. ഇതോടെയാണ് സബീന ബിഞ്ചു വിജയിക്കുന്നതും LDF നഗരസഭാ ഭരണം നിലനിർത്തുന്നതും. കോൺഗ്രസും ലീഗും മത്സരിച്ച ഇലക്ഷനിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് 7 വോട്ടാണ് ലഭിച്ചത്. ലീഗ് സ്ഥാനാർത്ഥി 6 വോട്ടും നേടി. തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് നഗരസഭാ ഓഫീസിന് മുന്നിൽ UDF കൗൺസിലർമാർ തമ്മിൽ സംഘർഷമുണ്ടായത്. കോൺഗ്രസ് ലീഗ് പ്രവർത്തകർ ചേരിതിരിഞ്ഞതോടെ പരസ്പരം ഉന്തും തള്ളുമുണ്ടായി. സ്ഥലത്ത് പോലീസ് എത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രിച്ചത്. സീ മലയാളം ന്യൂസ്, ഇടുക്കി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.